ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മുമ്മൂസ് വേൾഡ്. ഇതുപോലെയുള്ള കളർഫുൾ ആയിട്ടുള്ള ബീഡ്സും ത്രെഡ്സും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ജ്വല്ലറി മേക്കിംഗ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടൂൾസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. വെക്കേഷനും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പുതിയതായിട്ട് പഠിക്കാം എന്നാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഹോബി എന്നതിൻ്റെ അപ്പുറം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം കൂടെയാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ടൂൾസാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. എന്തൊക്കെ ടൂൾസാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുള്ളത് ആദ്യം നോക്കാം. ഇത് പ്ലെയേഴ്സാണ്, കട്ടിംഗ് പ്ലെയേഴ്സും റൗണ്ട് നോസ് പ്ലെയേഴ്സും ആണ്. ഇത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് റൗണ്ട് നോസ് പ്ലെയർ ആണ്. ഇത് യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു ഓർണമെൻറ്റ്സ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ എൻഡിൽ ഒരു റൗണ്ട് മീൻസ് ഇപ്പോൾ ഐപ്പിനൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ എൻഡ് ചെയ്യാണ് നമ്മൾ ജംപറിങ് ഒക്കെ ഇടാനൊക്കെ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് സൈസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് പിന്നെ ചെയിൻ നോസ് പ്ലെയർ ആണ്, വയർ കട്ടിങ് പ്ലെയറും ആണ്. അത് രണ്ട്. ഇതും കട്ടറാണ്. ഇത് നോർമൽ കട്ടറാണ്. നമ്മളിപ്പോൾ ഒരു പിന്ന് അല്ലെങ്കിൽ വയറൊക്കെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇത്രയാണ് പ്ലെയേഴ്സ്. ഇനി ഇത് പ്ലക്കർ ട്വീസർ എന്നൊക്കെ പറയുന്ന നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നോസ് റൗണ്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഐപ്പിനൊക്കെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സാധാരണ പ്ലക്കർ അല്ലെങ്കിൽ ട്വീസർ ഹെയർ റിമൂവിനൊക്കെ യൂസ് ചെയ്യും. ഇത് അതുപോലത്തതല്ല. ജ്വല്ലറി മേക്കിങ്ങിന് നമുക്ക് ഇത്തിരി സ്ട്രോങ് ആയിട്ടുള്ളത് തന്നെ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ബീഡിങ് ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് വേണ്ടത് ത്രെഡ്സ് ആണ്. ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്സ് ഉണ്ട്. ഇത് നൈലോൺ ത്രെഡാണ്. കോട്ടൺ ത്രെഡ് യൂസ് ചെയ്യരുത്, നൈലോൺ ത്രെഡ് തന്നെ യൂസ് ചെയ്യണം. നോർമലി ബ്ലാക്ക്, വൈറ്റ്, യെല്ലോ കളേഴ്സ് അവൈലബിൾ ആണ്. ഇനി ഇതുപോലെ കോണായിട്ടും വാങ്ങിക്കാൻ കിട്ടും. ഇതുപോലെ തന്നെ ബീഡിങ്ങിന് യൂസ് ചെയ്യുന്ന ഇത് ത്രെഡ് അല്ല, വയറാണ്. നമ്മൾ ഫിഷിംഗ് വയറാണ്. ഏറ്റവും തിന്നായിട്ടുള്ള സൈസ് വേണം യൂസ് ചെയ്യാൻ. പിന്നെ യൂസ് ചെയ്യുന്നത് ഇതുപോലെ സ്ട്രിങ് ആണ്. പിന്നെ യൂസ് ചെയ്യുന്നത് സ്ട്രിങ്ങിൽ തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് സൈസസ് അവൈലബിൾ ആണ്. പേളൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഇതുപോലെ വയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് വയറുകളാണ്. ഇതും ഡിഫറെൻറ്റ് സൈസിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതുപോലെ ത്രെഡ് യൂസ് ചെയ്യുന്നത് ബീഡിങ്ങിന് വേണ്ടിയിട്ടാണ്. അത് ഇതുപോലെയുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത് നൈലോൺ ത്രെഡ്സ് ആണ്. ഇത് ഇലാസ്റ്റിക് ആയിട്ടുള്ള സ്ട്രിങ് ആണ്. ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ ഹുക്കൊന്നും ഇല്ലാതെ ഇങ്ങനെ കയ്യിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇടുന്ന രീതിയിലുള്ള ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഇതുപോലെയുള്ള ബ്രേസ്ലെറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എലാസ്റ്റിസിറ്റി ഉള്ള സ്ട്രിങ് ആണ് യൂസ് ചെയ്യുന്നത്. സ്ട്രിങ് നമ്മൾ നാട്ടിലൊക്കെ തങ്കൂസ് എന്നൊക്കെ പറയുന്ന ആ ഒരു ത്രെഡാണ്. ഇത് ഇലാസ്റ്റിക്കിന് വൈറ്റും ബ്ലാക്കും പല കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇത് ത്രെഡാണ്, ഇത്തിരി കട്ടിയുള്ള രീതിയിലുള്ള ത്രെഡ്. ഇതുപോലെ വീവ് ചെയ്യുന്ന രീതിയിലുള്ള ബ്രേസ്ലെറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ത്രെഡാണ്. ഇത് ഇലാസ്റ്റിസിറ്റി ഇല്ലാത്തതാണ്, ഇങ്ങനെ വലിയുന്ന ടൈപ്പല്ല, സ്ട്രെച്ചബിൾ അല്ല. പിന്നെ നമുക്ക് വേണ്ടത് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യമാണ് നീഡിൽസ്. അത് ബീഡിങ് നീഡിൽ സെപ്പറേറ്റഡ് ആയിട്ട് തന്നെ വാങ്ങിക്കാൻ കിട്ടും. ഇതുപോലെ നല്ല ലെങ്ത് ആയിരിക്കും, ഭയങ്കര തിന്നും ആയിരിക്കും ബീഡിങ് നീഡിൽസ് നിർബന്ധമുള്ള കാര്യമില്ല. പക്ഷെ ബീഡിങ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ നീഡിൽ തന്നെ വേണം. നോർമലി ഓർണമെൻറ്റ്സ് ചെയ്യുന്നത് പോലെയല്ല ബീഡിങ് ചെയ്യുമ്പോൾ. ഇനി ഓരോ ഐറ്റംസ് കാണിക്കുമ്പോൾ അറിയാൻ പറ്റും. ഇത് ബീഡിങ്ങിന് തന്നെ യൂസ് ചെയ്യുന്ന വേറൊരു തരം നീഡിലാണ്. ഇതിങ്ങനെ നമുക്ക് സെപ്പറേഷൻ ആക്കിയിട്ട് അതിനകത്തേക്ക് ത്രെഡ് ഇട്ട് കൊടുത്തിട്ട് ചെയ്യുന്ന നീഡിലാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ചെറുതിലൊക്കെ ഞാൻ ഇങ്ങനെ മുത്തൊക്കെ വെച്ച് കൊരിക്കുന്ന സമയത്ത് നമ്മൾ ചകിരിയുടെ നാരില്ലേ, അതിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ മുത്ത് കൊരുത്തെടുക്കുന്ന ആ ഒരു സിസ്റ്റം ഇല്ലേ, ആ ഒരു രീതിയിലുള്ള നീഡിലാണ് ഇത്. കണ്ടില്ലേ, ഇതിനകത്തേക്ക് ത്രെഡ് ഇട്ട് കൊടുത്തിട്ടാണ്. ഒരുപാട് തിന്നായിട്ടുള്ള മുത്തുകൾ ചെയ്യുമ്പോൾ ഇതുപോലത്തെയാണ് നീഡിൽ യൂസ് ചെയ്യുന്നത്. നീഡിൽസ് എപ്പോഴും നമ്മൾ ത്രെഡ് എടുക്കുന്നതിനേക്കാൾ
ഒരു ലെവൽ സൈസ് കുറച്ചാണ് എടുക്കേണ്ടത്. ഇത് പിന്നെ ത്രെഡ് നമ്മൾ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടതാണ് സിസേഴ്സ്, ത്രെഡ് കട്ട് ചെയ്യാനും സ്ട്രിങ് കട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട്. ദെൻ ഗ്ലൂസ് വേണം. ഇത് മെറ്റൽസ് മുത്ത് ഒക്കെ സ്റ്റിക്ക് ചെയ്യാൻ ഈ ഒരു ഗ്ലൂ ആണ് നല്ലത്. അല്ലാണ്ട് നമ്മൾ നോർമൽ സ്റ്റോണ് ത്രെഡൊക്കെ ആണെങ്കിൽ ഫാബ്രിക് ഗ്ലൂ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതുപോലത്തെ ത്രെഡ്, തിക്നെസ് കുറഞ്ഞിട്ടുള്ള ഇതുപോലത്തെ ത്രെഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ബീഡ്സും ത്രെഡും കൂടെ മിക്സ് ചെയ്തിട്ട് ഓർണമെൻറ്റ്സ് ചെയ്യാൻ പറ്റും. ഈ ത്രെഡ് തന്നെ വാങ്ങിക്കണമെന്നില്ല, നമുക്ക് നോർമൽ എംബ്രോയിഡറി ത്രെഡ് വെച്ചിട്ടും ചെയ്യാൻ പറ്റും. ഞാൻ ഈ ജുംക്ക ചെയ്തിട്ടുള്ളത് ഇതുപോലത്തെ നോർമൽ എംബ്രോയിഡറി ത്രെഡ് വെച്ചിട്ടാണ്. പിന്നെ ഡിഫറെൻറ്റ് സൈസസ് ആയിട്ടുള്ള ബീഡ്സ് വേണം. ഇതിപ്പോൾ പേളിൻ്റെ ഫുൾ സെറ്റ് ആയിട്ടുള്ളതാണ്. 2mm, 3mm, 4mm, 5, 6 അങ്ങനെയുള്ള 5 സൈസ് ബീഡ്സ് ആണ്. ഇതുപോലെ ജംറിങ് തന്നെ നമുക്ക് ഡിഫറെൻറ്റ് സൈസിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതുപോലെ ഒത്തിരി വലിയ സൈസ് 0.2mm to 8mm വരെ ജംറിങ്ങും കിട്ടുന്നതാണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് ഇയറിങ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഇയർ ഹാങ്ങർ, ഇതിൽ തന്നെ ഇതുപോലെ empty ആയിട്ട് ഓപ്പൺ ഹാങ്ങർ ഉണ്ട്, ക്ലോസ് ചെയ്യുന്ന ടൈപ്പ് ഹാങ്ങർ ഉണ്ട്. ഇതുപോലെ ഇത് പല ഷേപ്പിലുണ്ട്, സ്ക്വയറിലും റൗണ്ടിലും ഒക്കെ. അതുപോലെ തന്നെ സിൽവറിലും ഗോൾഡിലും റോസ് ഗോൾഡിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇതുപോലെ മൊട്ടായിട്ടുള്ള രീതിയിൽ ഇതിൻ്റെ താഴെ ഹോൾസ് ഉണ്ടാവും, ഇതുപോലെ ചെറിയ ജംറിങ് പോലെ ഉണ്ടാവും, അതിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ സ്റ്റഡൊക്കെ ചെയ്യണമെങ്കിൽ ഇതുപോലെ സ്റ്റിക്ക് ചെയ്യുന്ന രീതിയിലുള്ള അതിന് സ്റ്റോപ്പർ, ഇതുപോലെ സ്റ്റീലിൻ്റെ സ്റ്റോപ്പർ നമ്മൾ യൂസ് ചെയ്യും. പിന്നെ ഇതുപോലെയുള്ള സ്ക്രൂ ടൈപ്പും ഉണ്ട്, അതല്ലാതെ സിലിക്കോൺ ടൈപ്പും ഉണ്ട്. അത് ഞാൻ യൂസ് ചെയ്യാറില്ല, അത് പെട്ടെന്ന് കട്ടായി പോകുന്ന ഒരു ഇതാണ്. പിന്നെ ജംറിങ് നമുക്ക് ഇതുപോലെ സെപ്പറേറ്റഡ് ആയിട്ട് വാങ്ങിക്കാതെ ഇതുപോലെ സ്പ്രിങ് പോലെ വാങ്ങിച്ചിട്ട് കട്ടർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടും എടുക്കാം. ഇതുപോലെ വാങ്ങിക്കുമ്പോൾ നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ട് വാങ്ങിക്കുന്ന പ്രൈസിൽ വെച്ചിട്ട് നോക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. ഇതുപോലെ വാങ്ങിക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. ഈ സ്പ്രിങ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി, ലെങ്ത്തിൽ ഇങ്ങനെ ലൈനായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല സ്യൂട്ടായിട്ടുള്ള സൈസ് ജംറിങ് തന്നെ കിട്ടും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇതുപോലെ ഐ പിൻ ഉണ്ട്, ഹെഡ് പിൻ ഉണ്ട്. ഇത് ഹെഡ് പിന്നാണ്, ഇത് മൊട്ട് സൂചി പോലെ വരുന്നത്. അതിൻ്റെ മുകളിൽ ഈ ഹോളില്ലാത്ത രീതിയിൽ, ഇത് റൗണ്ട് ഇല്ലാത്ത രീതിയിലുള്ളത്. അതിൽ തന്നെ ഇതുപോലെ ഐപിൻസ് തന്നെ പല ഡിഫറെൻറ്റ് സൈസസ് ഉണ്ട്. നമ്മളിപ്പോൾ ഓർണമെൻറ്റ്സ് ഡിസൈനിങ്ങിന് യൂസ് ചെയ്യുന്നത്, ഐപ്പിന് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇയറിങ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇയറിങ്സ് ബ്രേസ്ലെറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ തന്നെ മുകളിൽ ഇങ്ങനെ മൊട്ട് പോലെയുള്ള ടൈപ്പും ഉണ്ട്. ഇത് പിന്നെ ക്ലാസ്പാണ്, ഈ നമ്മൾ മാലയുടെയും ബ്രേസ്ലെറ്റിൻ്റെ ഒക്കെ എൻഡ് ലോക്ക് ചെയ്യുന്നത്. ഇത് ബാരൽ സ്റ്റൈലാണ്, ഇങ്ങനെ തിരിച്ചെടുക്കുന്നത്. മറ്റേതാണെന്നുണ്ടെങ്കിൽ ലോബ്സ്റ്റർ ക്ലാസ്പാണ്. പിന്നെ ഇത് സ്ലൈസ് ചെയ്യുന്ന ടൈപ്പ് സ്ലൈഡ് ബാർ. ഇങ്ങനത്തെ സ്ലൈഡ് ബാർ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഓർണമെന്റ്സ് ഡിസൈനേക്കാളും ബീഡിങ് ചെയ്യുമ്പോഴാണ്. നല്ല വിത്തിലുള്ള ബ്രേസ്ലെറ്റൊക്കെ ബീഡ്സ് മാത്രം വെച്ചിട്ട് വീവ് ചെയ്തെടുക്കുന്നത്. ഇനി തുടർന്നിട്ടുള്ള ക്ലാസ് പോലെ ഞാൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ യൂസ് ചെയ്യുക, എന്തൊക്കെയാണ് ചെയ്യാന്നുള്ളത് കാണിക്കാം. ഇതിപ്പോൾ ടൂൾസ് പരിചയപ്പെടുത്തുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ സ്ലൈഡ് ചെയ്ത് മാറ്റുന്ന ടൈപ്പാണ് ചെയ്യുന്നത്, സ്ലൈഡ് ബാർ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഒരുപാട് ക്ലാസ്പ് ഉണ്ട്, ഒരുപാട് ഡിസൈൻ ആയിട്ടുള്ളത്. ഇതുപോലെ എസ് ആയിട്ടുള്ളതുണ്ട്. ഇത് ഇതേപോലെ ഡിഫറെൻറ്റ് കളേഴ്സിലും അവൈലബിൾ, സിൽവർ, കോപ്പർ, പിന്നെ ഗോൾഡ്. അങ്ങനെ ഇത് പിന്നെ നമ്മൾ മാലയും ബ്രേസ്ലെറ്റും ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒത്തിരി യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് കുങ്കുരു എന്ന് പറയുന്നത്. ഇങ്ങനത്തെ മുത്ത്, കുഞ്ഞു കുഞ്ഞു മുത്തിനകത്ത് ഗോൾഡൻ കളറിലുള്ള ഐപ്പിന്നിട്ട് ലോക്ക് ചെയ്യുന്നത്. ഇങ്ങനെ തന്നെ വാങ്ങിക്കാൻ കിട്ടും. അതല്ല ഇനിയിപ്പോൾ നമുക്ക് സെപ്പറേറ്റഡ് ആയിട്ട് ഏതെങ്കിലും ഒരു ബീഡ്സിൽ അങ്ങനെ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യാം. ദെൻ പിന്നെ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ബീഡ്സാണ് കുന്തന് മുകളിലും താഴെയും ഹോളുള്ള ടൈപ്പാണ് വരിക. സെൻറ്ററിൽ ഇതുപോലെ
പ്ലെയിൻ ആയിട്ടുള്ള സിൽവറിലും ഇതിലൊക്കെ വരും. ഇത് പിന്നെ സ്റ്റോപ്പറാണ്. നമ്മൾ ബീഡ്സ് ചെയ്യുന്ന സമയത്ത് സ്ട്രിങ് ഒക്കെ നോട്ട് ചെയ്തിട്ട് ഇതിനകത്തിട്ടിട്ടാണ് ലോക്ക് ചെയ്യുക. കണക്ടർ എന്നും പറയാം. ഇതും കണക്ടറാണ്. 2 സൈഡിലും ഹോൾ ഉണ്ടാവും. നമ്മൾ ബ്രേസ്ലെറ്റും ഇയറിങ്സും ഒക്കെ ചെയ്യുന്ന സമയത്ത് വേറെ ജംറിങ് ഇട്ട് കണക്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് 2 സൈഡിലും ഹോൾസ് വരുന്നത്. ഓക്കെ, ഇതുപോലെ വീതി കൂടിയ മൾട്ടി ലെയേഴ്സ് ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ക്ലാസ്പും അവൈലബിൾ ആണ്, മൾട്ടി ഹോൾസ് ഉള്ള രീതിയിൽ. ഇത് തന്നെ പല ഷേപ്പിലും അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ ട്രയാങ്കിള്, സ്ക്വയർ, സ്റ്റിക്ക് ഒക്കെ ആയിട്ട്. പിന്നെ നമ്മൾക്ക് വേണ്ടത് കളർഫുൾ ആയിട്ടുള്ള ബീഡ്സ് ആണ് പിന്നെ ഇത് ചെയ്യാൻ വേണ്ടി വേണ്ടത്. ഷുഗർ ബീഡ്സ്, സീഡ് ബീഡ്, റൈസ് ബീഡ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുള്ള ബീഡ്സ് അവൈലബിൾ ആണ്. ഇത് തന്നെ ഇതുപോലെ ബൈക്കോൺ ബീഡ്, സ്റ്റോൺ എഫക്റ്റ് ഉള്ള രീതിയിലുള്ള കുന്തൻസ്, 2 ഹോള്, 4 ഹോള്, അങ്ങനെ ഒത്തിരി ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുള്ള ബീഡ്സൊക്കെ ബട്ടൺ ഹോൾസിൻ്റെയൊക്കെ ഷോപ്പുകളിലും നമുക്ക് കിട്ടും. ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നത് അതുപോലത്തെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കുറച്ചുകൂടെ അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് കിട്ടും. പിന്നെ ആമസോൺ പോലെയൊക്കെയുള്ള ഓൺലൈനിൽ അവൈലബിൾ ആണ്. അത് കുറച്ച് എക്സ്പെൻസസ് ആണ്. ബട്ടൺ ഹോൾ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബീഡിങ് പഠിക്കാനുള്ള നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.